പാമ്പുകടിയേറ്റ 3 വയസ്സുകാരി ചികിത്സ വൈകി മരിച്ചെന്ന പരാതിയിൽ ഡോക്ടർക്കെതിരെ നടപടി എടുക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അട്ടിമറിച്ച് ആരോഗ്യവകുപ്പ്. നടപടിക്ക് പകരം പുനരന്വേഷണം പ്രഖ്യാപിച്ച് തലയൂരാൻ ശ്രമം. പുതിയ അന്വേഷണത്തിന് റീജിയണൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. 2021 മാർച്ച് 24-നാണ് വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 3 വയസ്സുകാരി പാമ്പുകടിയേറ്റ് മരിച്ചത്. സൂരജ് സജ്ജുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, 2021 ഈ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന മാള സ്വദേശിനിയായിട്ടുള്ള 3 വയസ്സുകാരി ഈ പാമ്പുകടി ഏറ്റ് മരിക്കുന്നത്. അന്ന് ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പാമ്പുകടി ഏൽക്കുന്നു. പിന്നീട് ഈ കുട്ടിയെ ഈ കൊടുങ്ങല്ലൂരിലെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ ആ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഈ തളിക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈ കുട്ടിക്ക് ചികിത്സ നൽകുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നതാണ് DMO അടക്കം കണ്ടെത്തിയിരുന്നത്. കൃത്യസമയത്ത് കുട്ടിക്ക് ആന്റിവെനം നൽകാത്തത് മൂലം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നടക്കം ഈ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം, കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DMO റിപ്പോർട്ടും സമർപ്പിച്ചു. പക്ഷേ ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും ഉണ്ടായി. ഇതോടുകൂടി മുഖ്യമന്ത്രി ലഭിക്കുകയും മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിന്മേൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ നിർദ്ദേശത്തെയാണ് ഇപ്പോൾ അട്ടിമറിക്കാൻ ആരോഗ്യവകുപ്പ് നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പുതിയ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പിലെ റീജിയണൽ വിജിലൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറങ്ങി. കഴിഞ്ഞ മാസം 24-നാണ് ഉത്തരവിറങ്ങിയത്. അങ്ങനെ പുനരന്വേഷണത്തിലൂടെ ഇപ്പോൾ ഡോക്ടർക്കെതിരെ സ്വീകരിക്കാൻ നിശ്ചയിച്ചിരുന്ന നടപടി ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത്. ഉന്മേഷ്, ശരി. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.